ഇന്ത്യനിലെ ആത്മീയതയെക്കുറിച്ചും ഇന്ത്യൻ ഇതിഹാസങ്ങളെക്കുറിച്ചും രാമായണം, ഉപനിഷത്ത്, വേദം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത്. ഒരു വിവാദമില്ല, തർക്കമില്ല, ആർക്കുമില്ല. നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ മേന്മയും നന്മയും ഉള്ളതാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുവാണി എന്നാണ് പേരിട്ടിരിക്കുന്നത്. എല്ലാവരും കാണുകയും ഇപ്പോൾ വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ, ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ആവശ്യമായ കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഗീതോപദേശത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഗീതയുടെ ഭാഗമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അതിൽ ഇന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞിരിക്കുന്ന പരസ്പര സഹായം എന്ന് പറയുന്നതും ഒരു പ്രകൃതി നിയമമാണ്. ഒന്നൊന്നിനെ സഹായിച്ചുകൊണ്ടല്ലാതെ, ഒന്നൊന്നുമായി സഹകരിച്ചുകൊണ്ടല്ലാതെ നിൽക്കാൻ കഴിയില്ല. വെള്ളത്തിൽ ഹൈഡ്രജനും ഓക്സിജനുമുണ്ട്, ഒന്നിന് മാത്രമായി നിൽക്കാൻ കഴിയില്ല. ഒരു വസ്തു നിലനിൽക്കണമെങ്കിൽ അതിന് ഊർജ്ജം ആവശ്യമുണ്ട്, വായു ആവശ്യമുണ്ട്, വെള്ളം ആവശ്യമുണ്ട്. ഇവയുടെ പാരസ്പര്യത്തിൽ മാത്രമേ, പരസ്പരം സഹകരിക്കലിന് മാത്രമേ ഇത് റെഡിയായി വരുള്ളൂ. നമ്മൾ ഏത് വസ്തുവായാലും, ഏതൊരു പ്രകൃതി നിയമമായാലും പരസ്പര സഹകരണമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. മാനവരാശി അങ്ങനെയാണല്ലോ. രാവിലെ ഒരാൾ എണീറ്റ് വൈകുന്നേരം വരെ, രാത്രിയാവുന്നത് വരെ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും അയാൾ ഉണ്ടാക്കുന്നതല്ല. ഏതൊക്കെയോ എവിടെയൊക്കെയോ ഫാക്ടറികളിൽ, ഏതൊക്കെയോ പാടത്ത്, ഏതൊക്കെയോ പറമ്പിൽ, ആരൊക്കെയോ എത്രയോ തലങ്ങളിൽ ഉണ്ടാക്കിയതാണ് ഓരോരുത്തരും കഴിക്കുകയും കുളിക്കുകയും പിന്നെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊരു സഹകരണത്തിൻ്റെ ഒരു മേഖലയാണ്. ഇവിടെ ഭഗവാൻ പറയുകയാണ്, ദേവാൻ ഭാവയത നേന ദേവ ഭാവയന്തുവ പരസ്പരം ഭാവയന്ത ശ്രേയ വാപ്സ്യത. യജ്ഞരൂപത്തിലുള്ള, അപ്പോൾ യജ്ഞത്തിൻ്റെ കഥയും കൂടെ പറഞ്ഞു പോകണം. പഴയ കാലത്ത് വ്യാപകമായ യജ്ഞം നടന്നിരുന്നു. യജ്ഞം നടന്നതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: സഹജീവിതം, എല്ലാവരും സഹകരിച്ച് ജീവിക്കൽ, ഒന്നിച്ച് കൂടൽ, സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കൽ, സമൂഹത്തിന് വേണ്ടി ചിന്തിക്കൽ, പ്രകൃതിക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ, അതിനാണ് യാഗങ്ങൾ നടത്തിയിരുന്നത്, അതിനാണ് യജ്ഞങ്ങൾ നടത്തി. യജ്ഞം പോലെ ജീവിക്കണമെന്നാണ്, എന്ന് പറഞ്ഞാൽ സഹകരണത്തിലൂടെ പോകണമെന്നാണ്. ഇവിടെ തന്നെ പറയുന്നത്, യജ്ഞരൂപത്തിലുള്ള കർമാനുഷ്ഠാനങ്ങൾ കൊണ്ട് ദേവന്മാരെ സന്തോഷിപ്പിൻ. ദേവന്മാരെന്ന് പറഞ്ഞാൽ, വെറും ദേവൻ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം നമ്മെ പ്രകാശിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ശക്തി എന്ന അർത്ഥത്തിലാണ് ദേവൻ എന്ന് പറയുന്നത്. സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. അപ്പോൾ ആരാണ് ദേവൻ? നമ്മൾ ഈ കാണുന്ന വിഗ്രഹമല്ല. അത് പഠിച്ചോണം. നമ്മൾ ദേവൻ, ദേവി എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ മനസ്സിലൊരു വിഗ്രഹം കളിപ്പോവും. അല്ല, യഥാർത്ഥത്തിൽ ഭഗവത്ഗീതയുടെ 3-ാം അധ്യായത്തിലാണ് കർമ്മയോഗത്തിൽ 3-ാം അധ്യായത്തിൽ കർമ്മയോഗത്തിലാണ് 9 മുതൽ 16 വരെ ശ്ലോകങ്ങളായി പ്രപഞ്ച ഘടകങ്ങളെല്ലാം അവയുടെ പരസ്പരത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഒക്കെ പറയുന്നത്. സന്തോഷകരമായ ദേവന്മാർ അവരുടെ ദിവ്യശക്തി കൊണ്ട് നിങ്ങളെയും സന്തോഷിപ്പിക്കട്ടെ. ഇങ്ങനെ പരസ്പരം സഹായിച്ചും സഹകരിച്ചും സന്തോഷത്തോടു കൂടി വർത്തിച്ച് നിങ്ങൾ പരമമായ ശ്രേയസ് നേടുവിൻ. അപ്പോൾ പരസ്പര സഹായത്തോടു കൂടി, സ്നേഹത്തോടു കൂടി നിങ്ങൾ ഉയർന്ന് മുന്നോട്ട് പോകുവിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ദേവൻ എന്ന വാക്കിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രവർത്തിക്കുകയും പ്രകാശിക്കുകയും ചെയ്യുന്ന ശക്തി എന്താണോ ദ്യോതിപ്പിക്കുന്നത്, നമുക്ക് ഇതിനാവശ്യമുള്ള സഹായം തരുന്നതിന്, മുന്നോട്ട് പോകുന്നതിനുള്ള സഹായം തരുന്നത് ആരാണോ അതാണ് ദേവൻ എന്നുള്ള സങ്കല്പത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് സാമാന്യമായി ഞാൻ പറഞ്ഞ അർത്ഥമാണ് ദേവന് വരുന്നത്. സ്നേഹിച്ചും പരസ്പരം സഹായിച്ചും ഒക്കെയാണ് മനുഷ്യർ മുന്നോട്ട് പോകുന്നത്. ഈ വിശ്വമാകെ നിലനിൽക്കുന്നത് തന്നെ ഒന്നൊന്നിനെ സഹായിച്ചിട്ടാണ്. അങ്ങനെ സഹായിക്കാതെ ഒരു വിശ്വത്തിന് നിലനിൽപ്പില്ല. സൂര്യൻ്റെ പ്രകാശം വന്നതുകൊണ്ട് മാത്രമേ ചെടികൾക്ക് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. വെള്ളം കിട്ടിയതുകൊണ്ട് മാത്രമേ നിൽക്കാൻ കഴിയുകയുള്ളൂ. ഇവ രണ്ടും എടുത്ത്, അല്ലെങ്കിൽ മണ്ണിലുള്ള വളവും വെള്ളവും രാസവസ്തുക്കളും എല്ലാം എടുത്തിട്ടാണ് ഫലമുണ്ടാകുന്നത്. ആ ഫലം തന്നെ എടുത്തു കഴിക്കുന്ന മനുഷ്യർ അവർ മറ്റു രൂപത്തിൽ അവരുടെ കൃത്രിമമായി വളവും വെള്ളവും ഒക്കെ കൊടുത്താലായിരിക്കും ചിലപ്പോൾ എന്തുണ്ടാകുന്നത്, കൂടുതൽ ഫലമുണ്ടാകും. ഇതെല്ലാം ഒരു പാരസ്പര്യത്തിൻ്റെയും പരസ്പര സഹകരണത്തിൻ്റെയും ഇടപാടാണ്. മനുഷ്യ നിലനിൽപ്പിന് സൂര്യൻ്റെയും ചൂടിൻ്റെയും വെളിച്ചത്തിൻ്റെയും ഒക്കെ തേജസ്സും ഓജസ്സും എല്ലാം വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ സൂര്യചന്ദ്രന്മാരുടെയും അനന്തകോടി നക്ഷത്രങ്ങളുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ പ്രാണവായുവിൻ്റെ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, പ്രാണവായുവിൻ്റെ ഒരു പാരസ്പര്യം, അതിൻ്റെ ബന്ധം, അതില്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം, ഇതെല്ലാം ദേവാൻ ഭാവയതാ നേന, ഇതുകൊണ്ട് നിങ്ങൾ ദേവന്മാരെ സന്തോഷിപ്പിൻ എന്നാണ് പറയുന്നത്. ദേവന്മാരെന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷവും പ്രകാശവും തരുന്നത് ആരോ അവരാണ് ദേവൻ. അങ്ങനെയുള്ളവരെ നിങ്ങൾ സന്തോഷിപ്പിൻ, അല്ലെങ്കിൽ അവരെ പ്രകാശിപ്പിക്കിൻ എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം, ഏതുകൊണ്ടാണ് സന്തോഷിപ്പിക്കുക എന്നൊരു ചോദ്യവും വരും. ഗീതയിൽ നേരത്തെ വിശദീകരിക്കുന്ന ആശയക്രമം അനുസരിച്ച് യജ്ഞം കൊണ്ടെന്നായിരിക്കും, അല്ലെങ്കിൽ യാഗവും യജ്ഞവും പരസ്പര സഹവർത്തിത്വവും പരസ്പര സ്നേഹവും ഒക്കെ കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ
ദേവന്മാരെ സന്തോഷിപ്പിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. വീണ്ടും ഗീതയിൽ തന്നെ ചിലയിടങ്ങളിൽ വൈദിക കാലഘട്ട അർത്ഥശൂന്യമായ ആചാരങ്ങളും കർമ്മങ്ങളെയും നിരാകരിക്കുകയും അവയുടെ വിയോജിപ്പ് പ്രകടമായി ചെയ്തിട്ടുള്ളതാൽ യജ്ഞശബ്ദത്തിന് യുക്തിയുക്തവും പ്രായോഗികമായ ഒരർത്ഥം കണ്ടെത്തുന്നതായി വരും. യജ്ഞമെന്ന് പറഞ്ഞാൽ ഞാനീ പറഞ്ഞ പോലെ വെറുമൊരു നടത്തുന്ന യാഗമോ വെറുതെ നടത്തുന്നൊരു യജ്ഞമല്ല. അതിലുപരിയായി കൃഷ്ണൻ പറയുന്നത് ദൈവികമായ രാജാര്യത്തിനപ്പുറം സ്വാർത്ഥബുദ്ധിയും മമതാബന്ധവുമില്ലാത്ത ലോക നന്മയ്ക്കായി അർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്യുന്ന സംഘടിതമായൊരു പരിശ്രമം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് യജ്ഞത്തെ പറയാം. അല്ല, യജ്ഞം എന്ന് പറഞ്ഞാൽ ചുറ്റും കൂടിയിരുന്ന് പൂജ ചെയ്യുന്നതല്ല. അതിനപ്പുറമായി സമൂഹത്തെ പരസ്പര്യത്തെയൊക്കെ കാണുന്ന, മറ്റൊരാളിന് കൂടുതൽ ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടാവാത്ത രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിനെ നമുക്ക് കാണേണ്ടി വരും. മൂന്നാം അധ്യായം 9-10 ശ്ലോകങ്ങളിൽ നിന്നും നമുക്ക് അത് വ്യക്തമാവുകയും ചെയ്യും. യജ്ഞം ഒരു സവിശേഷ കർമ്മമല്ല, കർമ്മ സ്വഭാവം കൊണ്ട് വെളിപ്പെടുന്ന ഒരു വിശേഷണമാണെന്നും നമുക്ക് കാണാം. അപ്പോൾ യുദ്ധഭൂമിയിൽ വൈദിക കർമ്മത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ഭീരുത്വം ബാധിച്ച് സമ്മൂഢനായി തീർന്ന അർജുനെ ക്ഷാത്ര തേജസ് കൊണ്ടും യുദ്ധവീര്യം കൊണ്ടും ഉണർത്തുകയെന്ന ഭഗവാന്റെ ഉദ്ദേശത്തിന് അത് വിപരീതമാണ്. അപ്പോൾ ഗോളങ്ങൾ അനന്തമായ ആകാശത്തിൽ പരസ്പരം ആകർഷിച്ചുകൊണ്ട് വീഴാതെ നിൽക്കുന്നു, നിശ്ചിത മാർഗത്തിൽ സഞ്ചരിക്കുന്നു. വെള്ളം തന്നെ നോക്കൂ, വളരെ കൃത്യമായി നീരാവിയാകുന്നു, അത് വളരെ കൃത്യമായ ദിശകളിലൂടെ സഞ്ചരിക്കുന്നു. അത് മേഘങ്ങളാകുന്നു, മഴയാകുന്നു, മഞ്ഞാകുന്നു. ഇതൊക്കെ വളരെ നിയതമായും നടക്കുകയാണ് ഈ പ്രകൃതിയിൽ. അപ്പോൾ അത് നടക്കണമെങ്കിൽ അവയുടെ ഒരു പരസ്പര സഹകരണവും അവയുടെ പരസ്പര വൈരാഗ്യമില്ലാത്ത പ്രവൃത്തിയും കൊണ്ട് മാത്രമല്ലേ പ്രകൃതിയിൽ അങ്ങനെ നടക്കുകയുള്ളൂ. ഒന്നൊന്നിനോട് വൈരാഗ്യബുദ്ധിയോടുകൂടി നിന്നാൽ തീർച്ചയായിട്ടും അത് നടക്കുമോ? പരസ്പരം സഹകരിച്ചല്ലേ കഴിയൂ. വെള്ളത്തിൽ പഞ്ചസാരയോ നമ്മൾ ഉപ്പോ ഇട്ടാൽ അത് വെള്ളത്തിൽ ലയിക്കണം. അപ്പോൾ സാർവ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ഒരു സ്വഭാവവും ഒരു സഹകരണ മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളത്തിൽ ഇത് ലയിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാ വസ്തുക്കളും അങ്ങനെയാണ്. ഈ പ്രപഞ്ചത്തിലെ സകല കാര്യങ്ങളും ഈ ഭൂലോകത്ത് സൂര്യനാണല്ലോ ഈ ഭൂമിയിൽ വരുന്ന സകല ചരാചരങ്ങൾക്കും ഉണർവ് കൊടുക്കുകയും പ്രകാശം കൊടുക്കുകയും ചൂട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് സൂര്യനാണ്. അപ്പോൾ സൂര്യൻ്റെ ഊർജ്ജമാണ് വളരെ പ്രധാനം. അതുപോലെ തന്നെ നമ്മൾ സൂര്യൻ്റെ ഊർജ്ജം കൊണ്ടാണ് തീർച്ചയായിട്ടും ഇവിടെ നീരാവി ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് മഴയുണ്ടാകുന്നത്, അതുകൊണ്ടാണ് ജലത്തുള്ളികൾ കിട്ടുന്നത്. ഇതൊക്കെ വളരെ വലിയ പാരസ്പര്യ ബന്ധമാണ്. അപ്പം നമ്മൾ ആ പാരസ്പര്യ ബന്ധത്തെക്കുറിച്ച് ഭഗവാൻ കൃഷ്ണനോട് വളരെ വലിയ തോതിലാണ് പറയുന്നത്. അപ്പോൾ പ്രപഞ്ചമെന്ന് പറയുന്നത് നിലനിൽക്കുന്നത് തന്നെ വളരെ കൃത്യമായ ഒരു പാരസ്പര്യത്തിലാണ്. ആ പാരസ്പര്യത്തെ നമ്മൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക എന്നുള്ളതാണ് വളരെ പ്രധാനം. ആറ്റം തൊട്ട് സൗരയുധം വരെയുള്ള ചെറിയ ആറ്റം മുതൽ ആറ്റം ബോംബ് വരെയുള്ള, അണു മുതൽ ആണവ റിയാക്ടർ വരെയുള്ള എല്ലാം നിൽക്കുന്നത് ഈ പാരസ്പര്യത്തിലാണ്. ആ പാരസ്പര്യത്തെ ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മാനവരാശിക്ക് പരസ്പര്യത്തിൻ്റെ ഒരു കഥ പറഞ്ഞു തരികയാണ് ഭഗവാൻ അർജുനനോട് ഉള്ള ഉപദേശത്തിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഗീതോപദേശം എന്ന് പറയുന്നത് കേവലം പഞ്ചപാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിലുള്ള യുദ്ധം എന്നതിനപ്പുറം മാനവരാശിയുടെ മോചനത്തിനുള്ള, അല്ലെങ്കിൽ മാനവരാശിയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള, നാളെയിലേക്കുള്ള ഒരു സന്ദേശമായി ഗീത നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഏറ്റവും ചെറിയ വസ്തുക്കൾ മുതൽ വലിയ വസ്തുക്കൾ വരെ ഉള്ള ഒരു ഹൈറാർക്കിയൽ പരസ്പരം ഇത് കൃത്യമായി ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രകൃതിയുടെ അനാദിയും അനലംഘനീയമായ പരസ്പര സഹായ പ്രക്രിയ മനുഷ്യൻ ശരിയായി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ നമുക്ക് യാതൊരു ദുഃഖവുമില്ല. ചെറിയ ജീവികൾ വലിയ ജീവികൾക്ക് പലപ്പോഴും ഭക്ഷണം തന്നെയാണ്. പക്ഷേ വലിയ ജീവികൾക്ക് എത്രമാത്രം ചെറിയ ജീവികളെ എടുക്കാം, എത്രമാത്രം ചെറിയ ജീവികളെ ഇവിടെ ജീവിക്കാൻ അനുവാദം കൊടുക്കാം എന്നുള്ളത്, അല്ലെങ്കിൽ ജീവിക്കാൻ അനുവദിക്കാം എന്നുള്ളതും വളരെ പ്രധാനമാണ്. അപ്പോൾ ഇത് വളരെ കൃത്യമായി നമ്മളിതൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് ഇത് രസകരമാവും. ഇപ്പോൾ സമുദ്രത്തിലെ ഒരു തുള്ളി ജലമെടുത്താലും ആ ഒരു തുള്ളി ജലവും സമുദ്രത്തിലെ മുഴുവൻ ജലത്തെയും പ്രതിനിധീകരിക്കും. കുറച്ച് ചായ കുടിച്ചാലും അല്ലെങ്കിൽ ഒരു അരിമണി എടുത്താലും മൊത്തം അരിമണി വെന്തതിൻ്റെ തോത് നമുക്ക് അറിയാൻ പറ്റും. അല്ല മുഴുവൻ അരിമണി എടുത്തിട്ടല്ല നമ്മൾ അത് വെന്തോ എന്ന് നോക്കുന്നത്. ഏതെങ്കിലും ഒരു വസ്തു കറി അല്ലെങ്കിൽ ഒരു വസ്തു ഒരു ശകലം രുചിച്ച് നോക്കിയാൽ അറിയാം അത് നല്ലതായിരിക്കുമോ. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയേണ്ടതുണ്ട്. ത്യാഗത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ജീവന ആയിട്ടുള്ള മഹാകാവ്യമാണ് ഈ പ്രകൃതി. അത് വായിച്ച് പഠിക്കാനും ജീവിതത്തിൽ നമുക്ക് പകർത്താനും നമുക്ക് പഠിക്കണം. പരസ്പര സഹകരണത്തിൻ്റെ ഒരു കാലമാണ് വരുന്നത്. തീർച്ചയായിട്ടും പരസ്പര സഹായം എന്ന് പറയുന്നത് മറ്റെന്നത്തേക്കാളും മാനവരാശിക്ക് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് അണുകുടുംബങ്ങളായി മാറുമ്പോൾ, അണുകുടുംബങ്ങൾക്കകത്തു തന്നെ
മക്കൾ വേറെ, അച്ഛൻ വേറെ, അമ്മ വേറെ, അപ്പൂപ്പൻ വേറെ, അമ്മുമ്മ വേറെ എന്നൊക്കെ തോന്നുന്നതിൽ പല രൂപങ്ങളായി നമ്മൾ മാറുമ്പോൾ അടച്ചിട്ട മുറിക്കകത്ത് മതിലുകൾ തീർത്തിട്ടുള്ള വീട്ടിനകത്തുള്ള മതിലുകളാണ് പലപ്പോഴും റൂമുകൾ. അതിനകത്ത് അടച്ചിട്ട് നമ്മൾ കിടക്കുമ്പോൾ അപ്പുറത്തുള്ള ആളിൻ്റെ ശ്വാസം മുട്ടലും ശ്വാസോച്ഛ്വാസവും എല്ലാം നമ്മളെങ്ങനെ അറിയും എന്നുള്ളതൊക്കെ വലിയ വിഷയമാണ്. കാരണം അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത മുറിയിൽ കിടക്കുന്ന ആൾ മരിച്ചാൽ പോലും നമ്മൾ ചിലപ്പോൾ അറിയില്ല. വെള്ളത്തിന് വേണ്ടി ദാഹിച്ചാലും നമ്മളറിയില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിലും നമ്മൾ അറിയുന്നില്ല. അത്തരത്തിലേക്കുള്ള മനുഷ്യൻ വളരെ സങ്കുചിതമായി പോകുന്നിടത്താണ് അത് പാടില്ല. യജ്ഞം പോലെ ഓരോ കർമ്മവും യജ്ഞം പോലെ ജീവിക്കണമെന്നും സഹകരണത്തിലൂടെ മാത്രമേ ഒരു സർവമായിട്ടുള്ള ഐശ്വര്യമുണ്ടാവുകയുള്ളൂ എന്നും വളരെ കൃത്യമായി 4 വരികളിലൂടെ ദേവാൻ ഭാവയതാ നേന തേ ദേവ ഭാവയന്തു വാ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാസ്യത വാസ്യത എന്ന 4 വരിയിലൂടെ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഓരോ ഭാഗമെടുത്ത് നോക്കിയാലും നമ്മൾ മഹാഭാരതത്തിലെ, ഗീതോപദേശത്തിലെ, ഭഗവത്ഗീതയിലെ ഓരോ ഭാഗമെടുത്താലും വളരെ രസകരമായ കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് പരസ്പര സഹകരണത്തിൻ്റെ പുതിയ മേഖലയെക്കുറിച്ചാണ് ഭഗവാൻ ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. ഇത് നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നു മാനവരാശി എന്നതാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ മോചനത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഓരോ അധ്യായവും ഓരോ ശ്ലോകവും മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നത്.